Good morning, all. കഴിഞ്ഞ സെമിസ്റ്റർ നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ. മിസ് ക്വാളിറ്റി മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ മിസ് എടുത്തോണ്ടിരുന്നത് അല്ലെ? അതിൽ മിസ് 4th പോയിന്റ് വരെയും പറഞ്ഞു അല്ലെ? 4th പോയിന്റ് വരെയല്ലേ മിസ് പറഞ്ഞത്? ബാക്കി എടുക്കാം മിസ്. നെക്സ്റ്റ്, facilitate conduct of meeting connected with the quality certification. അതായത് നമ്മുടെ ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യുക, അതിനു വേണ്ട ഫെസിലിറ്റേറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ മീറ്റിംഗ് കൂടാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സുകൾ കാട്ടേണ്ടി വരും, മാനുവൽസ് കാട്ടേണ്ടി വരും അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടാന്നല്ലേ നമുക്ക് ഇത് പഠിച്ച് തുടങ്ങിയപ്പോ തന്നെ മിസ് പറഞ്ഞത്. നാബ് പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി ഒക്കെ പ്രവർത്തിച്ച് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുക അല്ലെ, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുക. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ നാബിന്റെ ആ ഒരു മെമ്പേഴ്സ് വന്നു കാണിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സർവേ നടത്തും, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് അവർ വിലയിരുത്തും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന മീറ്റിങ്ങുകൾക്ക് ഫെസിലിറ്റി സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെയാണോ? ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കൂടുന്ന മീറ്റിങ്ങുകൾക്ക് എന്താണ് സൗകര്യം അല്ലെ? അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനു വേണ്ട എന്താണ് മാനുവൽസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ സജ്ജമാക്കേണ്ടി വരും അല്ലെ? അപ്പൊ അതിനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ensuring that the hospital meets all the regulatory compliances like BMW, waste management, blood bank or storage license. AERB എന്നാണ് കേട്ടോ, അത് തിരിഞ്ഞാണ് എടുക്കുന്നത്. AERB റെഗുലേഷൻസ്, റേഡിയേഷൻ ലൈസൻസ് അല്ലെ? AERB എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ? എന്താണ്? റേഡിയേഷൻ യൂണിറ്റ്, റേഡിയേഷൻ ഒക്കെ പഠിച്ചോ നിങ്ങ സെക്കൻഡ് മൊഡ്യൂളില്? അപ്പൊ അതിലുണ്ടായിരുന്നു അല്ലെ AERB. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് റെഗുലേറ്ററി കംപ്ലയൻസ് അല്ലെ? നമുക്ക് BMW വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? ഉണ്ടോ? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് അല്ലെ? എന്താണ്? നിയന്ത്രണങ്ങൾ പാലിക്കുക. പിന്നെ ബ്ലഡ് ബാങ്കിൽ എന്താണ്? സ്റ്റോറേജ് ലൈസൻസ് വേണം അല്ലെ? നമുക്ക് ബ്ലഡ് ബാങ്ക് നടത്തണമെങ്കിൽ എന്ത് വേണം? സ്റ്റോറേജ് ലൈസൻസ് വേണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് റേഡിയേഷൻ ലൈസൻസ് അല്ലെ? AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഡിയേഷൻ ലൈസൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിന് ഉണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തുക? ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് കീപ് എ റെക്കോർഡ് of non-functional equipment and a timeline for its repair along with AMC for all equipments. എന്താണ്? നമ്മുടെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ചില എക്യുപ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം, പ്രവർത്തനരഹിതമായിരിക്കാം അല്ലെ? അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തിക്കാത്ത എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ട്
റെക്കോർഡ്സുകൾ സൂക്ഷിക്കുക. കൂടാതെ ആ ഒരു എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുന്നതിന് എത്ര സമയം ആവശ്യമായി വരും അല്ലെ. എക്യുപ്മെന്റ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. കൂടാതെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റും നമ്മുടെ ക്വാളിറ്റി മാനേജർ സൂക്ഷിക്കുക. ഓക്കെ ആണോ? നമ്മുടെ ആനുവൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ സർവീസ് ചെയ്യൊക്കെ ചെയ്യാറുണ്ടോ? വർഷത്തിൽ സർവീസ് ചെയ്യല്ലേ. അപ്പൊ അങ്ങനെയുള്ള AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകൾ നമ്മുടെ ക്വാളിറ്റി മാനേജർ സൂക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കീപ് എ റെക്കോർഡ് പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ് AMC ആണോ? AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ് അല്ലെ. അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospital. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെ. എന്താണ്? നമ്മ ഒരു ഹോസ്പിറ്റലില് ഒരു 4 വർഷം മുമ്പ് പോയ ആ ഒരു ഫെസിലിറ്റീസും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഇന്ന് നമ്മ പോകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലില്? ആണോ? ഒരുപാട് മാറ്റങ്ങൾ, ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ടാവാം, പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടാവാം അല്ലെ, പുതിയ ട്രീറ്റ്മെന്റുകൾ വന്നിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനും കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റുകൾ, വെഹിക്കിൾസ് അല്ലെ, ആംബുലൻസ് അങ്ങനെയുള്ള വെഹിക്കിൾസിന്റെ മെയിന്റനൻസ് നോക്കുക. കൂടാതെ ഹോസ്പിറ്റലിന്റെ മോഡേണൈസേഷൻ നവീകരണത്തിനും വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുകയും അത് പ്രാവർത്തികമാക്കുക, വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനും ഹോസ്പിറ്റലിന്റെ നവീകരണത്തിനും കൂടാതെ നമ്മുടെ എക്യുപ്മെന്റുകൾ, വെഹിക്കിൾസ് ഒക്കെ എന്താണ് തകരാറുകളൊക്കെ തടയുന്നതിനുള്ള അല്ലെ പ്രിവെന്റീവ് ആയിട്ടുള്ള ആ ഒരു മെയിന്റനൻസ് നിലനിർത്തേണ്ടതും നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ ആണോ? നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിച്ചു അല്ലെ. ഒരു എന്താണ് മെയിന്റനൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ക്വാളിറ്റി മാനേജർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ദ ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ് അല്ലെ. എന്താണ് ഗ്രീവൻസ് റിട്രസൽ എന്ന് പറഞ്ഞാൽ? പരാതികൾ പരിഹരിക്കുക അല്ലെ. ആണോ? അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? വെർച്വൽ ഗ്രീവൻസ് റിട്രസൽ ആണ് അല്ലെ. ഇപ്പൊ എന്താണ് നമ്മുടെ പേഷ്യൻസിനായിക്കോട്ടെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായിക്കോട്ടെ, അവരുടെ പരാതികൾ എങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കണം? വെർച്വൽ ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം എന്താണ്? ഓൺലൈൻ വഴി അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ട എന്താണ് വെർച്വൽ ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം സ്ഥാപിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ആണോ? അവര് എഴുതിയൊക്കെ ഇടുന്നതിന് പകരം എന്ത് ചെയ്യാന്ന്? അവർക്ക് ഓൺലൈനായിട്ട് അല്ലെ എന്തെങ്കിലും ആപ്പ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്ക് വഴി അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സ്കാനർ ഒക്കെ ഉണ്ട് അല്ലെ, അതുവഴിയൊക്കെ ജോയിൻ ചെയ്ത് അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം, വെർച്വൽ ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം സ്ഥാപിക്കുക, ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്ട്രെങ്തൻ. സ്ട്രെങ്തൻ ആണോ ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ പ്രിന്റില്? സ്ട്രെങ്തൻ ആണോ? യെസ്. അപ്പൊ സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്ക് ആണ്. എന്താണ് MIS എന്ന് പറഞ്ഞത്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെ, ശക്തിപ്പെടുത്തുക. നമ്മുടെ ഹോസ്പിറ്റലിലെ MIS എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക, ക്ലിനിക്കൽ, നിയമപരമായിട്ടുള്ള വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള
കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MIS എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫിനാൻഷ്യൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സുകൾ അതൊക്കെ എന്താണ് നമുക്ക് കമ്പ്യൂട്ടറിലാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അതേപോലെ ക്ലിനിക്കല് പേഷ്യന്റ് പോർട്ടല്, പേഷ്യൻസിന്റെ റെക്കോർഡുകള്, പേഷ്യൻസിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകള്, പേഷ്യൻസിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ OP നമ്പർ അല്ലെങ്കിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടോ, പ്രീവിയസ് ഹിസ്റ്ററി ലഭിക്കുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ആശുപത്രിയുടെ സാമ്പത്തിക ക്ലിനിക്കൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ് MIS. അങ്ങനെയുള്ള MIS കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രെങ്തൻ ചെയ്യുക, കൂടാതെ അതിനാവശ്യമായിട്ടുള്ള ആക്ഷനുകൾ റിപ്പോർട്ട് ആക്ഷനുകൾ സ്ഥാപിക്കുക, പ്രാവർത്തികമാക്കുക. ഓക്കെയാണോ? ഒരു MIS-ഉം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. എന്താണ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ക്വാളിറ്റി ഉണ്ടോന്ന്, പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അസസിംഗ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ക്വാളിറ്റി മാനേജർ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ensure the employees education on quality standard. എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ, നമ്മുടെ ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക അല്ലെ. എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ അവര് കുറവാണെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമോ? അവരാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടില്ല, അവർ എക്സ്പീരിയൻസ്ഡ് അല്ല അല്ലെ, ഇല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് responsible for framing and arranging the hospital committees. അല്ലെ, ഹോസ്പിറ്റൽ കമ്മിറ്റീസ് രൂപീകരിക്കാനും ക്രമീകരിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം അല്ലെ. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തപ്പോ ഓരോ കമ്മിറ്റീസ് പഠിച്ചു അല്ലെ. HIA പഠിച്ചപ്പോ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചു, ഫാർമസി പഠിച്ചപ്പോ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റീസ് രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള അവകാശം ആർക്കാണ്? നമ്മുടെ ക്വാളിറ്റി മാനേജർക്കാണ്. ഓക്കെയാണോ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. Quality certification is process for improving patients' contentment and enhancing quality standards across the hospital of our country. എന്താണ് നമ്മുടെ രാജ്യത്തുടനീളമുള്ള നമ്മുടെ കൺട്രിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും എന്താണ് രോഗികളുടെ സംതൃപ്തി അല്ലെ, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടന്റ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ആ കൊടുക്കുന്ന സർവീസുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനൊക്കെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്തുടനീളമുള്ള അല്ലെ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എന്താണ് സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് പറഞ്ഞെന്താണ്, നമുക്കൊരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ലഭിക്കുകയാണ് അല്ലെ അവിടെ പോവാനായിട്ട്. ആണോ? കോൺഫിഡൻസ് ലഭിക്കും. എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷിതത്വം സേഫ്റ്റിക്ക് ഉറപ്പ് നൽകുന്നുണ്ടോ, ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം അല്ലെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകള് ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആരൊക്കെയാണ് വരുന്നത്, അവിടെ ആ ഒരു സ്ട്രക്ചർ ആണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ടോപ്പ് മാനേജ്മെന്റ് ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെ. നമ്മുടെ ഡയറക്ടറുടെ അണ്ടറിൽ രണ്ട് പേര് വരുന്നുണ്ട്. ഫസ്റ്റത്തത് സിഇഒ, എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ, മെഡിക്കൽ കെയർ ഹോസ്പിറ്റല്, മെഡിക്കൽ കെയർ സെക്ഷനിൽ നിന്നും എന്താണ് ഹെഡ് ആയിട്ട് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റും വരുന്നു. ഓക്കെ ആണോ? ഫസ്റ്റ് വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടറുടെ അണ്ടറിൽ സിഇഒ, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റും. ഇവർക്ക് അണ്ടറിൽ ഇവർ രണ്ടുപേരും അടിയിലായിട്ട് ആരാ വരുന്നത്? ക്വാളിറ്റി മാനേജർ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു അല്ലെ, ആരാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരെ അണ്ടറിലാണ് ഈ ക്വാളിറ്റി മാനേജർ വരുന്നത്. ക്വാളിറ്റി മാനേജറിന്റെ അണ്ടറിലാണ് ആരാണ്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. ഓക്കെ ആണോ? നെക്സ്റ്റ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ രണ്ട് പേര് വരുന്നുണ്ട്. ക്വാളിറ്റി എക്സിക്യൂട്ടീവും വരുന്നുണ്ട്, റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആരാണ്? നമ്മുടെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവും റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ സെക്ഷനിൽ മാത്രമുള്ള പ്രവർത്തനങ്ങൾക്ക് ക്വാളിറ്റി ഉറപ്പ് നൽകിയാൽ മതിയോ? ഗുണനിലവാരം ഉറപ്പ് നൽകിയാൽ മതിയോ? അക്രഡിറ്റേഷൻ ലഭിക്കാൻ പോരാ അല്ലെ. നോൺ മെഡിക്കൽ സെക്ഷനിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, സെക്യൂരിറ്റി, ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ക്വാളിറ്റി ഉറപ്പ് നൽകണം അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള എല്ലാ സെക്ഷനിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, ഹെഡ്മാര് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ അണ്ടറിൽ ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു ദ പബ്ലിക് റെക്കഗ്നിഷൻ. എന്താണ് അക്രഡിറ്റേഷൻ? അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. പബ്ലിക് റെക്കഗ്നിഷൻ അല്ലെ സൂചിപ്പിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു, നാബിന്റെ അല്ലെങ്കിൽ ജെസിയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ പബ്ലിക് അവർ ഏറ്റെടുക്കല്ലേ, ആ ഒരു ഹോസ്പിറ്റലിനെ അംഗീകരിക്കല്ലേ ചെയ്യുന്നത്. ആണ്. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. ഫോർ എ ഹോസ്പിറ്റൽ ടു ബി accredited, it is done through an independent external evaluation of that organization level of performance in connection with the standard. ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ, അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെ, എക്സ്റ്റേണൽ ഇവാലുവേഷൻ, ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ, സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് നടത്തുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? നോക്കണം അല്ലെ. അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ, നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ആണോ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവർ A to Z കാര്യങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യോ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സ്റ്റാൻഡേർഡുകൾ അല്ലെ, നിലവാരങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? നാബ് കുറെ സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. പേഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ, അവര് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ടാണ് നമ്മുടെ എന്ത് അക്രഡിറ്റേഷൻ നൽകുന്നത്. ഓക്കെ ആണോ?
ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ലാബ് പറയുന്ന സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട്, കൂടാതെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഈ അക്രഡിറ്റേഷൻ നൽകുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് നോൺ കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അവര് ആ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്, അല്ലെ, നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചു. അപ്പൊ ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അക്രഡിറ്റേഷൻ 4 വർഷത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. ആ ഒരു 4 വർഷം കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യണം? വീണ്ടും നാബിന്റെ ആളുകൾ വന്ന് വീണ്ടും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഓൺഗോയിങ് പ്രോസസ് ആണ്, അല്ലെ. ഇവർക്ക് എത്ര നാള് ഒരു അക്രഡിറ്റേഷൻ നിലനിർത്തണോ അത്രയും നാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കണ്ടേ? ഓരോ 4 വർഷം കഴിയുമ്പോൾ, അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ വരുത്തിക്കൊണ്ടിരിക്കണം, ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തണം, അല്ലെ. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അല്ലെ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് മൂലം ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? ആർക്കൊക്കെ കിട്ടും? ആ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുന്നത് കൊണ്ട്, ക്വാളിറ്റി ഉള്ളത് കൊണ്ട്. പേഷ്യൻസിന് കിട്ടും. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, അല്ലെ, ബെനിഫിഷ്യറീസ്, അല്ലെ. പിന്നെ ആർക്കുണ്ട്? ആ ഒരു ഹോസ്പിറ്റലിനുണ്ടോ ബെനിഫിറ്റ്സ്? ആ ഹോസ്പിറ്റലിനുണ്ട്, അല്ലെ, ബെനിഫിറ്റ്സ്. മാനേജ്മെന്റ് ആ ഒരു ഹോസ്പിറ്റലിനുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കുണ്ടോ ബെനിഫിറ്റ്സ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടും, അവരെ നോളജ് വർദ്ധിക്കും, അല്ലെ. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടും. ആണോ? അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് വരുന്നുണ്ടോ? സ്റ്റാഫുകൾക്ക് മൊത്തത്തിലുള്ള ഒരു വികാസം ലഭിക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലെ. അപ്പൊ എന്താണ്? ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ്? പേഷ്യൻസിന്, ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക്, അല്ലെ. നോക്കാം. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി, അല്ലെ. ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആർക്കാണ്? പേഷ്യൻസിനാണ്, അല്ലെ. അവർക്ക് എങ്ങനെയുള്ള സർവീസ്? അവരുടെ സുരക്ഷിതത്വവും അവരുടെ കെയറും, അല്ലെ, അവരുടെ ഇൻട്രസ്റ്റുകളും ഒക്കെ താല്പര്യങ്ങളൊക്കെ ഇതാക്കിക്കൊണ്ടാണോ, മുൻതൂക്കം കൊടുത്തുകൊണ്ടാണോ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നത്? ആണോ? ആണല്ലേ. അപ്പൊ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് നമ്മുടെ പേഷ്യൻസിനാണ്. അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, അല്ലെ. എന്താണ് അക്രഡിറ്റേഷൻ? ഹൈ ക്വാളിറ്റി കെയർ, അല്ലെ. ഉയർന്ന നിലവാരമുള്ള പരിചരണവും പേഷ്യൻസിന്റെ, രോഗികളുടെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു, അല്ലെ. അങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നില്ല എങ്കിൽ അവിടെ അക്രഡിറ്റേഷൻ ലഭിക്കോ? പേഷ്യൻസിന്റെ സേഫ്റ്റി ഇല്ല, ക്വാളിറ്റി കെയർ നൽകുന്നില്ല എങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കോ? ഇല്ല, അല്ലെ. അപ്പൊ എന്താണ്? അക്രഡിറ്റേഷൻ ഉയർന്ന നിലവാരമുള്ള പരിചരണത്തിനും രോഗികളുടെ സുരക്ഷയ്ക്കും കാരണമാകുന്നു. The patients are serviced by credentialed medical staff, അല്ലെ. എന്താണ്? പേഷ്യൻസിന് സർവീസ് നൽകുന്നത് അല്ലെങ്കിൽ സേവനം നൽകുന്നത് ആരെയായിരിക്കും? യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും, അല്ലെ. യോഗ്യതയില്ലാത്തവർ അവിടെ നിർത്തോ? ഇല്ല, അല്ലെ. അപ്പം എന്താണ്? നമ്മുടെ പേഷ്യൻസിന്
സർവീസ് നൽകുന്നത്, സേവനം നൽകുന്നത് യോഗ്യരായിട്ടുള്ള ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ആളുകളായിരിക്കും. റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അല്ലെ, എന്താണ് പേഷ്യൻസിന്റെ അവകാശങ്ങള്, രോഗികളുടെ അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അല്ലെ, നമ്മൊരു ഹോസ്പിറ്റലിന് പോകുമ്പോൾ നമുക്ക് റൈറ്റ്സുകൾ ഉണ്ടോ? റൈറ്റ്സ് ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്? ഉണ്ട് അല്ലെ. നല്ല ട്രീറ്റ്മെന്റ് കിട്ടാം, നല്ല ഡോക്ടേഴ്സിന്റെ സർവീസ് ലഭിക്കാം, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന് നല്ല സർവീസ് ലഭിക്കാം, നമ്മുടെ അസുഖം മാറാം. അല്ലെ, ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളല്ലേ? ആണോ? ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. അല്ലെ, എന്താണ് പേഷ്യൻസിന്റെ സംതൃപ്തി, എന്താണ് തൃപ്തി? ഫ്രീക്വന്റ്ലി, അല്ലെ, പലപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അല്ലെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്താലാണ് അല്ലെ അവർക്ക് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഹോസ്പിറ്റലിന്. എന്നാലാണ് അല്ലെ അവർക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുള്ളൂ, അല്ലെ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. ഓക്കെ ആണോ? ബെനിഫിറ്റ്സ് ഓഫ് ഫോർ പേഷ്യൻസ്. നെക്സ്റ്റ് പറയട്ടെ മിസ്. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. അല്ലെ, ആണോ? ഇൻവിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കാം ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവർ എന്തെങ്കിലും പോരായ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതെന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? കൂടാതെ പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ സർവീസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെ ആണോ? It adds the organization demonstrates commitment to quality care and patient safety, thereby guarantee best clinical outcomes. എന്താണ് നമ്മൾ പറഞ്ഞു? പേഷ്യൻസിന് നൽകുന്ന പരിചരണം എങ്ങനെയാണ്? ഗുണനിലവാരമുള്ളതും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് നൽകിയിട്ടാണ് അല്ലെ, സുരക്ഷിതവും ഉറപ്പ് നൽകിയിട്ടാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കെയർസിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കും? ബെറ്റർ ഔട്ട്കംസ് ആയിരിക്കോ? ബെസ്റ്റ് ഔട്ട്കം ആയിരിക്കോ? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ക്വാളിറ്റി ഗുണനിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടി, നിങ്ങളുടെ കൂടാതെ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പ് നൽകിയിട്ടാണ് കിട്ടുക. നിങ്ങളുടെ അസുഖം മാറോ? മാറും. അപ്പൊ അതെന്താണ്? രോഗം മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഔട്ട്കം ആണ് അല്ലെ, ഗുഡ് ഔട്ട്കം ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷയും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉറപ്പ് നൽകുന്നതിലൂടെ മികച്ച ക്ലിനിക്കൽ ഔട്ട്കംസുകൾ നൽകുന്നു. ഓക്കെ ആണോ? It raises community confidence in the services given by the healthcare organization as services provided by credentialed medical staff. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകള് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നാണ് അല്ലെ, യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കോൺഫിഡൻസ് വരുന്നുണ്ടോ? അവിടേക്ക് പോകുന്ന പേഷ്യൻസില് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ടോ? ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് അല്ലെ.
അപ്പൊ എന്താണ്, നമുക്ക് ക്രെഡൻഷ്യൽ മെഡിക്കൽ സ്റ്റാഫുകൾ, യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ നമുക്ക് വേണ്ട ആ ഒരു സർവീസുകൾ നൽകുന്നതിലൂടെ എന്താണ്, കമ്മ്യൂണിറ്റിക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ നല്ല ക്വാളിറ്റി ഉള്ള സർവീസുകളാണ് അല്ലെ, ഗുണനിലവാരമുള്ള സർവീസുകളാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ് അല്ലെ. കൂടാതെ ആ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് ഒരു ബെഞ്ച് മാർക്കാണ് അല്ലെ, ഒരു അടയാളമാണ് അല്ലെ, ഒരു സിമ്പിൾ അല്ലേ, അവര് ബെസ്റ്റ് ആണ് അല്ലെ, അവര് ബെസ്റ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അടയാളമാണോ? അപ്പൊ എന്താണ് ഇത്? ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി അല്ലെ, ഇതെന്താണ്, ആ ഒരു ഹെൽത്ത് കെയർ യൂണിറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവര് ബെസ്റ്റ് ആണ് അല്ലെ, അവര് ബെറ്റർ ആണ്, മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അവര് നല്ല പരിചരണം, നല്ല ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത് എന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ് ഈ ഒരു അക്രഡിറ്റേഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഓൾസോ പ്രൊവൈഡ്സ് എ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ഇൻ കോമ്പറ്റേറ്റീവ് ഹെൽത്ത് കെയർ അല്ലെ. മറ്റ് ഹെൽത്ത് കെയറുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, എന്താണ്, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ് അല്ലെ, അല്ലെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. മറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ എങ്ങോട്ടാ വരുന്നത്? ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരില്ലേ, ആണോ? ആസ്റ്റർ മെഡ്സിറ്റിക്കൊക്കെ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ജെസിയുടെ ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലാണ്. അപ്പൊ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആളുകളൊക്കെ ആസ്റ്ററിൽ വരുന്നത് കണ്ടിട്ടുണ്ടോ? അഹല്യ ഐ കെയർ ഹോസ്പിറ്റലാ. അപ്പൊ എന്താണ്, മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഈ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് അവർക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ് അല്ലെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, the HCO standards having been certified by ISQUA provides an internal recognition which will also help to encourage medical tourism. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് ISQUA എന്ന് പറയുന്നത് ഇന്റർനാഷണൽ, എഴുതി വെക്കാട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ International Society for Quality in Health Care, Quality in Health Care. അതായത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലെ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓർഗനൈസേഷനൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ISQUA. അപ്പൊ ഈ ISQUA അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ, ഹോസ്പിറ്റലിൽ അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് നമ്മുടെ NAB പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ, മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞു, ആസ്റ്റർ മെഡ്സിറ്റി, അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ ഹോസ്പിറ്റലിനൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ടെന്ന്, രാജഗിരി ഹോസ്പിറ്റലിനൊക്കെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ ഇവിടെ? അപ്പൊ ഇതെന്താണ്? ഒരു മെഡിക്കൽ ടൂറിസം ആയില്ലേ, മെഡിക്കൽ ടൂറിസം ആയില്ലേ, ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരാം അല്ലെ, ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലുകളിൽ, നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ വരാം അല്ലെ. ഈ ഒരു അക്രഡിറ്റേഷൻ എന്തിനും കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തെ കൂടി എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ഇൻ ദ എൻഡ് അല്ലെ, accreditation provides an objective system of empanelment by insurance and other third parties. നമുക്ക് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാറുണ്ട്? ഇൻഷുറൻസ് കവറേജ് കൊടുക്കാറുണ്ട് അല്ലെ, ചില ഇൻഷുറൻസ് കമ്പനിക്കാരെ കവറേജ് കൊടുക്കാറുണ്ടല്ലോ. അത്തരത്തിലുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് കമ്പനീസ് നമ്മുടെ ഹോസ്പിറ്റലിനെ അവരുടെ ഇൻഷുറൻസിൽ
ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടി അല്ലെ, എലിജിബിൾ ആവാനുള്ള ഒരു അവസരം കൂടി അക്രഡിറ്റേഷൻ ലഭിക്കുന്നു. ഇപ്പൊ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിൽ എന്താണ് ആളുകൾ പോകൂല്ലേ, അങ്ങനെ അല്ലെ, അവിടുത്തെ ക്വാളിറ്റി ഉണ്ട് അല്ലെ, സർവീസിൽ ക്വാളിറ്റി ഉണ്ട്, പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്, ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പരിചരണം നൽകുന്നത് അല്ലെ. അപ്പൊ ആളുകൾ അവിടെ കുറെ പോവോ? മറ്റേ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ആളുകൾ പോകും അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റല് എന്താണ്, നമ്മുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാര് അല്ലെ, ക്ലെയിമുകാര് എന്താണ്, അവരെ സെലക്ട് ആ ഒരു ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്യാനുള്ള, അവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി നൽകുന്നു. ഓക്കെയാണോ? അംഗീകാരം കൂടിയാണ് ഈ ഒരു അക്രഡിറ്റേഷൻ. ഓക്കെയാണോ എല്ലാവർക്കും? ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? ദ സ്റ്റാഫ് ഇൻ എൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് എ ലോട്ട് since it provides for continuous learning, good working environment and leadership അല്ലെ. എന്താണ്, ഒരു അംഗീകൃത, ഒരു അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിലെ ജീവനക്കാരെന്താണ്, വളരെയധികം അല്ലെ, കണ്ടന്റ് എലോട്ട് അല്ലെ, വളരെയധികം സംതൃപ്തരായിരിക്കും. കൂടാതെ എന്താണ് കാരണം, അവരെന്താണ് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് അവർക്കുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെന്താണ്, അവർക്ക് തുടർച്ചയായിട്ടുള്ള പഠനവും എന്താണ് നല്ല പ്രവർത്തന അന്തരീക്ഷവും നൽകുന്നുണ്ടോ ഹോസ്പിറ്റലില്. അവരുടെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ, നമ്മുടെ സ്റ്റാഫുകളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ എന്താണ്, അവർക്ക് തുടർച്ചയായിട്ടുള്ള പഠനവും നല്ല പ്രവർത്തനാന്തരീക്ഷവും നല്ല നേതൃത്വവും നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കും, വളരെയധികം സംതൃപ്തരായിരിക്കും. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് capabilities and skills of staff also get enhanced in accredited hospital അല്ലെ. എന്താണ്, അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ, അംഗീകൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കഴിവുകളും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നു അല്ലെ, എൻഹാൻസ് ചെയ്യുന്നു. നമ്മ പറഞ്ഞു അല്ലെ, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ സർവീസുകൾ, പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ടോ, മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അല്ലെ, ബെറ്റർ ആയി പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളും നൽകുന്നുണ്ടോ? അപ്പൊ അവരുടെ സ്കില്ലും നോളജ് ഒക്കെ വർദ്ധിക്കില്ലേ? ആണോ? അവരുടെ സ്കില്ലുകളും നോളജും വർദ്ധിക്കില്ലേ? അപ്പൊ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ കഴിവുകളും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നു. ഓക്കെയാണോ? It enhances comprehensive professional development, knowledge and skill in systematic ways with defined ownership and accountability of all of the staff that include medical and paramedical staff. ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മാത്രമാണോ ഇത്തരത്തിലുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും ട്രെയിനിങ് ഒക്കെ നൽകുന്നത്? ആണോ? അല്ല, എല്ലാ സ്റ്റാഫുകൾക്കും നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് നിർവചിക്കപ്പെടുന്ന ആ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് എന്താണ്, അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റും അവരുടെ നോളജ്, അവരുടെ അറിവുകളും അവരുടെ സ്കില്ലുകളും എന്ത് ചെയ്യുന്നുണ്ട്, ചിട്ടയായ രീതിയിൽ അവർക്കുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുത്ത് കാണിട്ട് വർദ്ധിപ്പിക്കുന്നു. ഓക്കെയാണോ? എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ അല്ലെ, ഏറ്റവും ബെറ്റർ ആയ രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ട അവർക്ക് എന്താണ് അവരുടെ ഡെവലപ്മെന്റുകളും നോളജും
അവരുടെ സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ ബോഡീസ് അല്ലെ. എന്താണ് പലത്, നമ്മളിപ്പോ നാബ് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ പല അക്രഡിറ്റേഷൻ ബോഡീസ് ഉണ്ട്. നമ്മുടെ നാബ് നാഷണൽ ലെവലിലാണ് അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതല്ലാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എത്തത് NABH, National Accreditation Board for Hospital and Health Care Providers അല്ലെ. എന്താണ് നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. NABL മിസ് എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? NABL മിസ് എടുത്തിട്ടുണ്ടോ? ഏത് ചാപ്റ്ററിലാണെന്ന് ഓർമ്മയുണ്ടോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓർമ്മ? ലബോറട്ടറി എടുത്തപ്പോ മിസ് തന്നെ എടുത്തിട്ടുണ്ടത്. എന്താണ് NABL എന്ന് പറഞ്ഞാല്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, എഴുതിയെടുക്കാട്ടോ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ. നമ്മുടെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം നാഷണൽ ലെവലില് നമ്മുടെ ലബോറട്ടറീസിന് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണ് NABL. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് JCI എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ. എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ വർക്സ് ടു എൻഹാൻസ് patient safety and quality of health care in the international community by promising education, publication, advisory services and international accreditation and certification. നമ്മുടെ JCI എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, പബ്ലിക്കേഷൻ, പ്രസിദ്ധീകരണങ്ങൾ, ഉപദേശക സേവനങ്ങൾ, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ്. നാബ് നമ്മൾ എന്താ പറഞ്ഞ നാഷണൽ ലെവലിലാണ് അല്ലെ. പക്ഷെ JCI എങ്ങനെയാണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും പേഷ്യൻസിനുള്ള ക്വാളിറ്റി, ഹെൽത്ത് കെയർ പ്രവർത്തനങ്ങളിലുള്ള ക്വാളിറ്റിയും പ്രോമിസ് ചെയ്യുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. ഓക്കെയാണോ? NABH നാഷണൽ ലെവലിലാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ഉറപ്പു നൽകുന്നത്. പക്ഷെ എന്താണ് JCI എങ്ങനെയാണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ഉറപ്പു നൽകുന്നത്. ഇത് എന്തിലൊക്കെയോടെയാണ്? പബ്ലിക്കേഷൻസ് അല്ലെ. ജസ്റ്റ് ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും മാത്രമല്ല അവർ നൽകുന്നത്, അവരെന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ അല്ലെ. നമ്മൾ ആരോഗ്യമായി, ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്ന, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് JCI ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ അല്ലെ. JCI എന്ന് പറയുന്നത് സോറി മിസ് ACHS പറഞ്ഞില്ല അല്ലെ. അത് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ, വിട്ടുപോയി മിസ്, പറഞ്ഞുതരാം. JCI എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ ബോഡീസിൽ ഒന്നാണ് നമ്മുടെ JCI. Since 1994, each hospital that has tried JCI got the seal of approval has done so as part of
കോൺസ്റ്റന്റ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ജേർണി അല്ലെ. 1994 മുതൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ എന്തിനു വേണ്ടിയുള്ള യാത്ര ആരംഭിച്ചു എന്ന് നമ്മുടെ ജെസ്സിയുടെ ഗോൾഡ് സീൽ അപ്രൂവലിലേക്ക് എത്തിച്ചേരാനുള്ള അല്ലെ, അവരുടെ അക്രഡിറ്ററിൽ എന്താണ് ടോപ്പ് സ്കോറിൽ എത്തിച്ചേരാനുള്ള ആ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? എന്ത് ചെയ്യണം? ആ ഒരു ഗോൾഡ് സീൽ അപ്രൂവലിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ക്വാളിറ്റി ഉണ്ടാവണം അല്ലെ, അവരുടെ പെർഫോമൻസ് മികച്ചതായിരിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? ആയിരത്തി 1994 മുതൽ ഈച്ച് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും എന്താണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള യാത്ര ആരംഭിച്ചു അല്ലെ, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്? നമ്മുടെ ജെസ്സിയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ അല്ലെ, ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള ആ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? SCHS എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. എന്താണ്? ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുന്നത് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ. ഓക്കെ, ഇത്രയൊക്കെയാണോ എല്ലാവർക്കും? ഇത്രയൊക്കെയാണോ? ദേവിക ഫസ്റ്റ് ഉണ്ടായില്ല. ദേവിക ക്ലാസ്സിലെ മിസ്സിന്റെ കെട്ടുകെട്ടായി പോയി എന്ന് പറഞ്ഞു. മിസ്സിന്റെ ഉണ്ടായില്ലെങ്കിൽ ഇല്ല അല്ലെ. അപ്പൊ മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് കയറുമ്പോ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നാബ് എടുക്കട്ടെ. NABH. The NAB standards are modernized every 4 years. അല്ലെ, NABിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 4 വർഷം കൂടുമ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്? നവീകരിക്കുന്നുണ്ട് അല്ലെ. And now the hospital puts into effect 5th edition standard. ഈ ഒരു പ്രിന്റ് അടിക്കുന്ന സമയത്ത് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ 5th edition സ്റ്റാൻഡേർഡ് ആണ് നിലവിലുണ്ടായിരുന്നത്. April 2020. NAB standard focus on patient safety and quality of the delivery or service by the hospital in a changing healthcare environment. എന്താണ് ഇന്ത്യയിലെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ഓൺ patient safety and quality of the delivery of service അല്ലെ. എന്താണ്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും അവർക്ക് നൽകുന്ന പേഷ്യൻസിന് നൽകുന്ന സർവീസുകളുടെ ഗുണനിലവാരത്തിലുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, കേന്ദ്രീകരിക്കുന്നത്. By the hospital in changing healthcare environment അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിലെ ആ ഒരു മാറുന്ന ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അനുസരിച്ച് അല്ലെ, ആരോഗ്യ പരിസ്ഥിതി അനുസരിച്ച്. നമ്മ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചു അല്ലെ, പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ട്, മിഡ് സൈസ്ഡ് ഉണ്ട്, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ഇവിടുത്തെ ആ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് ഒരേപോലെ ആയിരിക്കോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാറുന്ന ആരോഗ്യ പരിസ്ഥിതി അനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അവിടെ നിന്ന് നൽകുന്ന പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങളുടെ എന്താണ് ഗുണനിലവാരത്തിലേക്കുമാണ് നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെയാണോ? നാബിന്റെ ഇപ്പൊ നിലവിലുള്ളത് 6th എഡിഷൻ ആണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണം. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഓരോ വർഷം കൂടുമ്പോഴും നവീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രിന്റിന്റെ ആ ഒരു സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ എഫക്റ്റിലുണ്ടായത് നിലവിലുണ്ടായത് നാബിന്റെ 5th സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ 6th സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ നിലവിലുള്ളത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹെൽത്ത് കെയർ ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അല്ലെ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ലേ? സ്മോൾ സൈസ്ഡ്, മിഡ് സൈസ്ഡ് അല്ലെ, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലൊക്കെ പഠിച്ചു അല്ലെ. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ. അപ്പൊ അവിടുത്തെ എല്ലാവരുടെ ആ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് ഒരേപോലെ ആയിരിക്കും. അവിടുത്തെ ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും, ട്രീറ്റ്മെന്റുകൾ കൂടുതലായിരിക്കും അല്ലെ.
അപ്പൊ ആ ഒരു മാറുന്ന ഓരോ ഹോസ്പിറ്റൽ അതിൻ്റെതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു മാറുന്ന ആരോഗ്യ പരിസ്ഥിതിയുടെ അടിസ്ഥാനത്തില് അവിടെ വരുന്ന രോഗികളുടെ സുരക്ഷിതത്വവും അവർക്ക് നൽകുന്ന സർവീസുകളുടെ ഗുണനിലവാരത്തിലേക്കുമാണ് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് NAB is governed by an autonomous body established by the Government of India known as QCI, Quality Council of India. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ക്വാളിറ്റി QCI എന്താണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, Quality Council of India, which is the standard making board in India. അല്ലെ, എന്താണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആയിട്ടുള്ള QCI എന്നറിയപ്പെടുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഓട്ടോണോമസ് ബോഡിയാണ് എന്താ NAB എന്നത്. ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗം അല്ലെ, ഒരു പാർട്ടാണ് നമ്മുടെ NAB എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നോക്കിയല്ലേ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെ എന്താണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടകം, ഒരു പാർട്ടാണ് നമ്മുടെ NAB എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് NAB മെയിൻലി ഡിവൈഡഡ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. എന്താണ് നമ്മുടെ NAB ഹോസ്പിറ്റലിനെ 2 പ്രധാന ഭാഗങ്ങൾ ഡിവിഷനുകളായി വിഭാഗങ്ങളായി വിഭജിക്കുന്നു. ഫസ്റ്റ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. എന്താണ് 50 ബെഡ്സിൽ താഴെയുള്ളെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ എന്തായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്? SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. അല്ലെ, എന്താണ് 50 ബെഡ്സിൽ കൂടുതലാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ ആണോ? Next, NAB standards for hospital is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration area. അല്ലെ, എന്താണ് നമ്മുടെ NAB പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകൾ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ഉറപ്പ് നൽകി NAB എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകള് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കണം. അല്ലെ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ NAB എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലില് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള പ്രധാന വ്യക്തികൾ അല്ലെ, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികൾ കൂടി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. എന്താണ് NABന്റെ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്യണം അല്ലെ. ആ ഒരു NABന്റെ സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കിയാൽ മാത്രമല്ലേ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ ആ ഒരു ഹോസ്പിറ്റലിന്. ആണോ? ആണ്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാവുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ NABന്റെ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ എന്തുണ്ടെന്ന് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ്? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുള്ള പ്രധാന വ്യക്തികളാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. എന്താണ് നമ്മുടെ ഗവൺമെന്റ്
നിലനിർത്തുന്ന അല്ലെ അല്ലെങ്കിൽ പാലിക്കുന്ന ആ ഒരു കാലാകാലങ്ങളായി നിലനിർത്തുന്ന ആ ഒരു ലോസിന്റെ നിയമങ്ങളുടെ നിയന്ത്രണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നാവിന്റെ സ്റ്റാൻഡേർഡുകൾ വരുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? നമ്മുടെ ഗവൺമെന്റ് കാലാകാലങ്ങളായി നിർദ്ദേശിക്കുന്ന ആ ഒരു നിയമങ്ങളുടെ നിയന്ത്രണങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് നാബ് നിലനിർത്തുന്നത്, കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെയാണോ? മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെയാണോ? ബാക്കി ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത്രയും എല്ലാവർക്കും ക്ലിയർ അല്ലേ? മിസ് എടുക്കുന്നത്തെ ഭാഗം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.